അമ്പലപ്പുഴ ദേശീയപാതയിൽ പുറക്കാട്ടെ 3 കിലോമീറ്റർ ദുരന്തപാതയാവുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇവിടെ പൊലിഞ്ഞത് 9 ജീവനുകളാണ്. അപകടങ്ങൾ നിത്യസംഭവമായി കഴിഞ്ഞു. ഇന്നലെ നടന്ന റോഡപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാത വികസന ജോലികൾ പകുതിയോളം ഭാഗത്ത് നടക്കുന്നതിനാൽ ഗതാഗത യോഗ്യമായ ഭാഗത്ത് വീതി കുറവാണ്. റോഡ് ഉയർത്താനെത്തിക്കുന്ന മണ്ണ് റോഡിലാകെ ചിതറിക്കിടക്കുന്നതും ഇടയ്ക്കുള്ള മൺകൂനകളും അപകടക്കിണിയാകുന്നുണ്ട്. നമുക്ക് ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, ആരാണ് ഈ അപകടക്കെണിക്ക് കാരണക്കാർ? സുജിയ, ഈ അപകടക്കെണിക്കുള്ള പ്രധാന കാരണക്കാർ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത് നടത്തുന്ന കരാർ കമ്പനി തന്നെ. കാരണം ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോ തിരിച്ചറിയൽ ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഒന്നും സ്ഥാപിക്കാതെയാണ് പലപ്പോഴും ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. മാത്രമല്ല, റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവരുന്ന നിർമ്മാണ സാമഗ്രികൾ, മണൽ, അതോടൊപ്പം തന്നെ മെറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ പരിസരത്തൊക്കെ കൂട്ടിയിടുന്നത് മൂലവും അപകടങ്ങൾ ഉണ്ടാകുന്നു. കുറേയധികം മേഖല ടാർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ നമുക്ക് അമ്പലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഒരു ഭാഗം വരെ നന്നായി ടാറിയിട്ടുണ്ട്. അവിടെ വരെ വാഹനങ്ങൾ നല്ല വേഗത്തിൽ വരും. അത് കഴിയുമ്പോൾ ടാറിംഗ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വേഗത കുറയ്ക്കാനായി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ഇത് അപകടത്തിന് ഒരു കാരണമാവുന്നുണ്ട്. ഇവിടെ നിന്ന് അല്പം തെക്കോട്ടേക്ക് മാറിയാൽ അവിടെ കുഴികളാണ്. ആ കുഴികളിലും വീണ് വാഹനങ്ങൾ അപകടം ഉണ്ടാകുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഇതുമൂലം ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇവിടെ ഒരു കുടുംബത്തിലെ 3 പേർ, അച്ഛനും അമ്മയും മകനും അടക്കം 3 പേർ മരിച്ചത്. ഈ 3 പേരുടെ അപകടം ഉണ്ടായ ശേഷം പിന്നീട് 2 അപകടങ്ങളുണ്ടായി. ഒരാൾ രാത്രി വഴിതെറ്റി ഒരു കുഴിയിലേക്ക് പോകുന്ന ഒരു അപകടം ഉണ്ടായി. ഇന്ന് ഒരു റോഡരികിൽ നിന്ന്, അതായത് ഇതുപോലൊരു മീഡിയൻ കടന്ന് പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ഒരാളെയാണ് പച്ചക്കറി ലോറി വന്ന് ഇടിച്ചത്. അദ്ദേഹത്തിന്റെ കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. ഈ അപകടങ്ങൾ കണ്ട് നാട്ടുകാരും ആകെ സഹിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് ഇവിടെ ഈ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, ഈ വണ്ടി ഓടി വരുമ്പോഴേ ഈ കണ്ട സ്ഥലമില്ല സാറേ, അവിടെ വരുമ്പോ പിന്നെ ഇവിടെ വരുമ്പോഴേ ഇത് കാണുമ്പം ആ വണ്ടി ചവിട്ടുമ്പോൾ അതിന്റെ പുറകെ കൊണ്ടുവന്ന് ഇടിക്കുക. പിന്നെ ആ കിടക്കുന്ന കുഴിയിൽ മിനിഞ്ഞാന്ന് ഒരാൾ പോയി വണ്ടിയായിട്ട് മറിഞ്ഞു കിടക്കുമായിരുന്നു. ആളുകൾ കണ്ടില്ലായിരുന്നു. അയാളുടെ വേറെ വണ്ടി വന്നിരുന്ന അയാൾ കയറി പോയേനെ. അപ്പം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഇപ്പൊ ഇവിടെ തന്നെ മറിഞ്ഞെന്ന് പറഞ്ഞ ഇത് കണ്ട് നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. അത് അവര് ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് നിരത്തി കൊടുത്തിരുന്നെങ്കിൽ ആ സംഭവം നടക്കത്തില്ലായിരുന്നു. മണ്ണെല്ലാം കൂട്ടിയിട്ട് ഇപ്പൊ കാണാമല്ലോ സാറിന്, ഇത് കണ്ട. അപ്പൊ അത് നിരത്തി കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പൊ വാർത്തിട്ട് നിരത്തി കൊടുത്താൽ ആ വണ്ടി ഇടിക്കത്തില്ലായിരുന്നു. അത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെ. എന്നാ ഞങ്ങൾ ഈ നാട്ടുകാർ നിലയിൽ അധികാരികൾ ശ്രദ്ധയിൽ മറ്റും പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരോട് പലപ്പോഴും വരുന്നവരോട് നമ്മൾ പറയുന്നുണ്ട്. അല്ല, നമ്മളെന്ത് ചെയ്യാന്? അല്ലാതെ ഇതുപോലെ നിങ്ങളെ പോലുള്ളവർ വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരമൊന്നും ആർക്കും അറിയത്തില്ല. അത് അറിയുമ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് വരും. അവര് വന്നു വെച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് അവരങ്ങ് പോകും. ഈ ആക്സിഡന്റ് കാര്യത്തിൽ എന്താ ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് റോഡ് മോശവും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടാണ് ഇവിടെ ഇത് കണ്ട അത്രയും തിട്ടായിട്ടുള്ള സ്ഥലത്തൂടെ അങ്ങനെ വാഹനങ്ങൾ പോകും. അതൊക്കെ കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ഒത്തിരി സ്ഥലത്ത് നടന്നത്. ഈയിടെ മുതലേ നടന്ന അവിടെ ഒരു എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഈ പണി വന്നിട്ട് തന്നെ ഒരു 10,000-ന്റെ മേളിൽ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു അപകട സ്പോട്ടാണല്ലോ പുറക്കാട് മേഖല. അതായത് പറവൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകട മേഖലയാണ് ഇവിടെ. അപ്പൊ ഈ പണിയൂടെ വന്നപ്പോഴത്തെ ആ താറുമാറായി. അതെ, ഈ പണി കൂടെ വന്നാണ് ഏറ്റവും കൂടുതൽ താറുമാറായത്. പണി ഒരാഴ്ചക്ക് എത്ര മരണമായി? ഒരു മാസമായില്ല ഇപ്പൊ ഈ മരണം നടന്നിട്ട്. ഇപ്പൊ തന്നെ അയാള് ഒരു ശകലം കൂടെ തെറ്റിന്ന് ചത്തുപോയേനെ. ഇന്നത്തെ ആക്സിഡന്റ് അയാൾ ചത്തുപോയേനെ. ഇവിടെ കിടന്ന അതിന്റെ പുറകെ വണ്ടി വന്നിരുന്നെങ്കിൽ അയാളും ചത്തുപോയേനെ. ആ കുഴിക്കകത്ത് വീണു, ബൈക്കുമായിട്ട് വീണു. 2-3 പേര് ചായ കുടിക്കാൻ വന്ന കാരണം അവൻ രക്ഷപ്പെട്ടു. അവന് ദൈവാധീനം ഉള്ളത് കൊണ്ട്. ഇന്നലെ KSRTC ബസ് എന്താ വഴിതെറ്റി കയറുമെന്ന് അത് കണ്ടില്ല, കാണാത്ത നമുക്ക് പറയാൻ പറ്റത്തില്ല. സുജിയ, ഇവിടെ ഈ ഒരു എങ്ങോട്ട് തിരിയണമെന്നുള്ള ഡൈവേർഷൻ ബോർഡുകളില്ല, റിഫ്ലക്ടറുകളില്ല. അതുമൂലം രാത്രി ഇന്നലെ KSRTC ബസ്, ഈ 2 സൈഡിലൂടെ പോകേണ്ട ബസ് രാത്രി ഇതിലേക്ക് കയറി വന്ന് പിന്നീട് ഈ ഇത്തരത്തിലുള്ള മീഡിയനുകൾ പൊളിച്ചാണ് KSRTC ബസിനെ പുറത്തിറക്കിയെന്നും ഉള്ള വിവരമുണ്ട്. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഈ പുറക്കാട് മേഖലയിൽ പതിവാണ്. അമ്പലപ്പുഴ MLA H. സലാമാണ് ഇവിടുത്തെ MLA. അദ്ദേഹം ഈ 3 പേരുടെ മരണം ഉണ്ടായപ്പോഴടക്കം സലാം അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചിരുന്നു. ഇവിടെ മറ്റ് നടപടികൾക്ക് അങ്ങനെയാണ് ഇവിടുത്തെ മണ്ണ് കുറച്ചു മാറ്റിയത്. എങ്കിൽ പോലും ഈ റോഡിന്റെ അരികിൽ ഇപ്പോഴും മണ്ണ് കിടക്കുകയാണ്. മാത്രമല്ല, ഈ കോൺക്രീറ്റിനായിട്ടുള്ള കമ്പികൾ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നു. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായ ആളുകൾ തെറിച്ചു വീഴുകയോ മറ്റോ ചെയ്താൽ ഈ കമ്പിയിൽ കോർത്തിരിക്കുന്ന സ്ഥിതിയാണ് പലയിടത്തും ഉണ്ടാകുന്നത്. പലയിടത്തും പണി ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഏത് നിമിഷവും അപകടം ഉണ്ടാകാം. അപകടം ഉണ്ടാകുന്നവർക്ക് വളരെ ഗുരുതരമായി പരിക്കേൽക്കാവുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ഓക്കെ ശ്രീജിത്ത്, നമുക്ക് ഈ വിഷയം കൂടുതൽ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളും ആളുകളുടെ പ്രതികരണങ്ങളും ഒക്കെ ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഈ വിഷയത്തിന് പിന്നാലെ തന്നെ നമ്മൾ ഉണ്ടാകും. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. 9 പേരുടെ ജീവൻ അവിടെ നഷ്ടമായി ഒരു ചെറിയ കാലയളവിനിടയിൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നത് മനസ്സിലാക്കി അധികൃതർ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ശ്രീജിത്ത്.